ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്ത്രി മാപ്പ് സാക്ഷിയാകാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? സാധ്യതയില്ല. അത് എന്താന്ന് വെച്ചാൽ ഈ ആ റിപ്പോർട്ടിൽ തന്നെ അറിയാം, അല്ലെങ്കിലും നമുക്കറിയാവുന്നതാണ്, ഈ ചെറിയ കുറ്റം ചെയ്ത ആളുകൾ മാപ്പ് സാക്ഷിയാകും എന്നാണല്ലോ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ. പിന്നെ ഒരു ഭാഗത്ത് കാണാം ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന്. പോലീസിന് വല്ല പ്രാന്തവും ഉണ്ടോ ഇങ്ങനെ വകുപ്പുകൾ ചുമത്താൻ? ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വകുപ്പ് ചുമത്തുമോ? അങ്ങനെയാണെങ്കിൽ കോടതി എടുത്ത ഉടനെ കളയില്ലേ? കോടതി വരാന്തയിൽ കേസ് നിൽക്കുമോ? അങ്ങനെയൊന്നുമല്ല. ഇയാളതിൻ്റെ പിന്നാണ്. ഈ പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ആരാണ്? ഇതാണല്ലോ ചോദ്യം. 2018 പോറ്റി സ്പോൺസറാകുന്നുണ്ട്. അതുവരെയുള്ള പോറ്റി കീഴ്ശാന്തിയുടെ സഹായി തുടങ്ങിയിട്ടുള്ള പല ജോലികൾ ചെയ്ത് അവിടെ വ്യാപൃതനായിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശ്രീറാംപുരയില് അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ഇവിടെ കീഴ്ശാന്തിയുടെ സഹായിയൊക്കെ ആയിട്ട് വരുന്ന ഇങ്ങനെ പോകുന്നൊരു കാര്യം. ഇയാൾ സ്പോൺസറായിട്ട് മാറുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, അത് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 2018 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ പത്മകുമാറിൻ്റെ മൊഴി ആണ് തന്ത്രിക്കെതിരെ. തന്ത്രി മറ്റേ ദൈവതുല്യൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ മൊഴിയിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടെന്നേ. ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കുറേ ഈ പത്രങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ SITയുടെ കയ്യിലുണ്ടാവില്ലേ? അപ്പോൾ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചതെന്ന് പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ മൊഴിയായില്ലേ എതിരായിട്ട്? അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ നേരത്തെ വേറൊരു പോലീസുകാരൻ പറയുന്നത് കേട്ടു, തന്ത്രി ഇപ്പം അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അവസാനം അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. മറ്റേ ശങ്കരദാസും ഒക്കെ കിടപ്പുണ്ടല്ലോ, ഒരു ജഡ്ജി അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി 2024 വരെ ഉണ്ടായിരുന്ന ആളും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ലല്ലോ. ഇയാളെ മാപ്പുസാക്ഷി ആക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ 8 മണിക്കൂർ ഇയാളുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തുമായിരുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൻ അപ്രൈസർ, ഒരു അപ്രൈസറെ കൂടി കൂട്ടിയിട്ട് ആണ് 8 മണിക്കൂർ. ഇയാളുടെ ഭാര്യ ബിന്ദുവും ഒക്കെ അവിടെയൊക്കെ ഉണ്ട്. ആ സമയത്ത് 8 മണിക്കൂർ ആ വീട്ടിൽ ഒന്നുമില്ല എന്നിരിക്കട്ടെ, കണ്ടെടുക്കാൻ മാത്രം ഒന്നും വീട്ടിലില്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവില്ലായിരുന്നോ? 8 മണിക്കൂർ അവിടെ പോലീസ് സംഘം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർണവും രേഖകൾ, സ്ഥലത്തിൻ്റെ ഒക്കെ രേഖകളൊക്കെ കാണുമല്ലോ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പിടികൂടണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, മണി ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ ഇയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ 8 മണിക്കൂർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ, ലാഭം കിട്ടിയിട്ടുണ്ടോ, ആ വാജിവാഹനം അവിടെ ഇരിപ്പുണ്ടോ, ഇതൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇയാളിതിൻ്റെ അകത്ത് ഈ 13ാം പ്രതി എന്ന് പറഞ്ഞ ഒരാൾ, ഈ പല ആളുകളുടെയും ധാരണ എന്താണെന്നറിയോ, ഈ 1ാം പ്രതി എന്ന് പറയുന്ന ആള് ഈ നമ്പർ 1 ആയതുകൊണ്ട് അയാളുടെ കുറ്റം ഭയങ്കരമാണ്, 13ാം പ്രതി എന്ന് പറഞ്ഞാൽ അയാൾ ചെറിയ അങ്ങനെയൊന്നുമില്ല. പ്രതികളുടെ എണ്ണം ഓരോരുത്തർ 1, 2 വെക്കുന്നേ ഉള്ളൂ. ഇത് ഈ ഒരു കേസിൽ ഒരുപാട് പ്രതികളുണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ കുറ്റം വകുപ്പ് ചുമത്തുന്നതൊക്കെ ഒരേ വകുപ്പായിരിക്കില്ലേ? അതെ. എല്ലാവർക്കും 1 എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ 1ാം പ്രതി അല്ല വലിയ കുറ്റം ചെയ്തത്, അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ. ആ ധാരണയുടെ പുറത്താണ് ഈ മനോരമയും എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ ഇയാളുടെ ആദ്യം ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇയാൾ ദേവന്റെ അനുജ്ഞ മേടിച്ചില്ല, ആചാരപരമായ കാര്യങ്ങൾ ഇയാൾ നോക്കിയില്ല. അപ്പൊ പിന്നെ ഇയാളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ? അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ മറ്റതല്ലേ, കൊണ്ടുപോയതും മറ്റേ ഇളക്കി കൊണ്ടുപോയത് സ്വർണ്ണം ഒരുക്കിയതൊക്കെ വേറെ ആളുകളല്ലേ, ഇയാളുടെ കുറ്റം ചെറുതല്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും അല്ലെന്നേ. ഇയാൾ 2019 മെയ് 18, മെയ് 19, 2019 പ്രധാനമായിട്ടും
ആ ശ്രീകോവിലിൽ നിന്ന് വാതിലും പാളിയും ഒക്കെ ഇളക്കി കൊണ്ടുപോകുന്നില്ലേ കട്ടളയൊക്കെ. ആ സമയത്ത് ഇയാൾ ഉണ്ടവിടെ ശ്രീകോവിലില്. സംഭവ സ്ഥലത്തുള്ള ആളാണ് ഇയാള്. സംഭവം അപ്പോൾ ഇന്നലെ ആരോ പറയുന്ന കേട്ടു, ഇയാളുടെ ഭാഗത്ത് ഒരു BJP വക്താവ് പറയുകയാണ്, ഇയാളുടെ ഭാഗത്ത് ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അത് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ള കുറ്റമേ ഉള്ളൂ എന്ന്. തെറ്റാണ്. ഇയാളുടെ ഭാഗത്ത് ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റമാണെന്ന് പറഞ്ഞാൽ ക്രിമിനൽ നെഗ്ലിജൻസ് മാത്രമാണോ? അല്ല. അപ്പൊ ഇയാൾ മനഃപൂർവ്വം അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇയാൾക്ക് ഗൂഢാലോചന നടത്തിയെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് സുനിജി, ഇയാൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഇയാൾക്ക് ഇതിൽ ലാഭം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് മര്യാദക്ക് വായിച്ചാൽ പോരെ. ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്, ഇതൊക്കെ ചുമത്തിയിട്ടുണ്ട്. എന്താ ഇയാളുടെ കുഴപ്പം? ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ദശാവതാരം ആലേഖനം ചെയ്ത സ്വർണം പതിച്ച 2 ചെമ്പുപാളികൾ കടത്തിയിട്ടുണ്ട് ശ്രീകോവില്. ശ്രീകോവില് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലമാണോ? അല്ല. ഇയാളുടെ സ്ഥലമല്ലേ ഇത്? ഇയാളുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയ പോലെയല്ലേ? ഇയാളല്ലേ അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന്റെ ഒക്കെ ചുമതലക്കാരൻ. കസ്റ്റോഡിയൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലോ. ആ അയ്യപ്പൻ മൈനർ സ്റ്റാറ്റസ് അല്ലേ ലീഗലി? അതെ അതെ. ആ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനല്ലേ ഇയാള്. അപ്പൊ പിന്നെ കട്ടിളയുടെ മുകൾ പാളിയിലെ മുകൾ പടിയിലെ സ്വർണം പതിച്ച ചെമ്പുപാളി ഇത് കൊണ്ടുപോയിട്ടുണ്ട്. കട്ടിളയ്ക്ക് മുകളിലെ ശിവവ്യാളി രൂപങ്ങൾ അടങ്ങിയ സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികൾ കടത്തിയിട്ടുണ്ട്. അത് ഇളക്കാൻ അനുജ്ഞയില്ല. ഈ അനുജ്ഞയില്ല എന്ന് പറയുന്ന ഭാഗം ഒരു സെക്കൻഡ് നേരത്തേക്ക് മറന്നാൽ മതി, ബാക്കി ഭാഗം നോക്കിയാൽ മതി. ഇന്ന് ഈ അനുജ്ഞ എന്ന് പറയുമ്പോഴല്ലേ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എന്ത് കാര്യം? അത് അയ്യപ്പനും ഇയാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ? അത് SITക്ക് എങ്ങനെ അറിയാം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് വേറൊരു നിലപാടാണ് എടുക്കുന്നത്. അനുജ്ഞ ഇയാൾ എങ്ങനെ ചോദിക്കും അയ്യപ്പൻ്റെ? കാരണം ഇയാൾക്ക് കൊള്ള നടത്തണം. ഞാൻ കൊള്ള നടത്തിക്കോട്ടെ അയ്യപ്പ എന്ന് ഇയാൾക്ക് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇയാൾക്ക് വേണ്ട അനുജ്ഞ എന്ന് പറയുന്നത് കൊള്ളക്കുള്ള സമ്മതമാണല്ലോ ദേവന്റെ. അത് ഇയാൾ ചോദിക്കുമോ? അത് ചോദിക്കില്ല. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അനുജ്ഞ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അങ്ങനെ അത് തന്ത്രസമുച്ചയത്തിലെ സംജ്ഞകൾ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാം കൂടി കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾ കൊള്ള നടത്തി, കാശുണ്ടാക്കി, ഗൂഢാലോചന നടത്തി, ഇന്ന പ്രതികളുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ 2019 മെയ് 18 അന്ന് അടുത്ത ദിവസമാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഉഷപൂജ ഉച്ചപൂജ തന്ത്രിയുണ്ട് ശ്രീകോവിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ് 19 തന്ത്രി ശ്രീകോവിലുണ്ട്. ഇയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റുന്നില്ലേ? അതെ. അപ്പം പിന്നെ നമ്മൾ പണ്ടും പറയുന്നൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്, അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇയാൾ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ട്, മഹസറിൽ ഇയാൾ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. അത് പ്രധാന കാര്യമാണല്ലേ. ആ തന്ത്രി ഇത് കൊണ്ടുപോകുമ്പോൾ ഈ മറ്റേയാൾ തിരുത്തി എന്നൊക്കെ പറയുന്നില്ലേ, മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നതിൻ്റെ അകത്ത്. ഉത്തരവാദിയല്ലേ. അപ്പൊ തന്ത്രിയെ ഒരു മാപ്പുസാക്ഷിയാക്കി മാറ്റാൻ പറ്റും, തന്ത്രി വലിയ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങളും ഒരു വലിയ പരിശ്രമം നടത്തുന്നു വേണം മനസ്സിലാക്കാൻ. അതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാപ്പുസാക്ഷി വാർത്തയിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തന്ത്രി ചെറിയ കുറ്റം ചെയ്ത ആളുകളെയാണ് ബാക്കിയുള്ളവരെ ചെയ്ത കുറ്റം ഏറ്റു പറയാനായിട്ട് മാപ്പുസാക്ഷിയാക്കുന്നത്. അതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ്താര വേളയിലോ മറ്റോ പ്ലേറ്റ് മാറ്റിയാൽ ആളെ ശിക്ഷിക്കും. അപ്പോൾ മാപ്പുസാക്ഷി എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റേ ചെയ്തിട്ടുള്ളൂ എന്ന് വരുത്താനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇയാൾ മാപ്പുസാക്ഷി ആകും എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വേഷം കൊണ്ടിരുന്നത്. ഇതിൻ്റെ കേസ് രേഖകൾ നോക്കിയാൽ മതി. ഇയാൾ ചെറിയ കുറ്റമല്ല ചെയ്തിരിക്കുന്നത്. ചെറിയ കുറ്റമാണ് ഇയാൾ ചെയ്തതെങ്കിൽ ഇന്നലെ 8 മണിക്കൂർ അവിടെ പോലീസ് ഒരു സ്വർണ്ണപ്പണിക്കാരനെയും കൂടി വെച്ചിട്ട് പരിശോധന നടത്തേണ്ട കാര്യമില്ല. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും മണി ട്രെയിലൊക്കെ നോക്കിയിട്ട് ഇയാൾക്ക് കിട്ടിയ ലാഭം അല്ലേ, ഗൂഢാലോചന, വലിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് ശേഖരണമാണ് നടക്കുന്നത്.
പിന്നെ മാപ്പുസാക്ഷി എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തിടത്തോളം കേസ് സ്ട്രോങ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്നൊരു വേർഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു മാപ്പുസാക്ഷി ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ ചെയ്യേണ്ടത്? ഇതൊന്നും ഈ അന്വേഷണ സംഘം ചിലപ്പോൾ ചെയ്തു എന്നും വരില്ല. കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ ആണല്ലോ. അതുകൊണ്ട് CBI ഇതിൻ്റെ അകത്ത് വരണം. അത് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കടലാസ് കൊടുത്തത് കൊണ്ടായില്ല. സ്പെഷ്യൽ ലീവ് പെറ്റീഷനോ മറ്റോ സുപ്രീം കോടതിയിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ CBI വരുള്ളൂ. CBI വരുള്ളൂ. സുപ്രീം കോടതി പല കേസിലും അങ്ങനെയാണല്ലോ CBI വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയെ ബോധിപ്പിക്കുക ഇതിൻ്റെ ഇങ്ങനെയുള്ള. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. CBI വരണം എന്നുണ്ടെങ്കിൽ BJP ഇതിൻ്റെ അകത്ത് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത് സൽബുദ്ധിയോടുകൂടിയാണെങ്കിൽ അത് കൊടുക്കേണ്ടത് സുപ്രീം കോടതിയിലാണ് കൊടുക്കേണ്ടത്. CBI അന്വേഷിക്കണം ഇത് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്താലും മതി, വിശ്വാസികൾ. അത് നടക്കുമെങ്കിൽ ഇതിൻ്റെ അകത്ത് CBI വരണം. ഇതിൻ്റെ അകത്ത് CBI വരേണ്ട ഘട്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.